ഹലോ ട്രേഡേഴ്സ്, ട്രേഡിങ്ങിനെ പറ്റി കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന ഈ ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത് RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന ഇൻഡിക്കേറ്ററിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ എവിടെയാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത്, സ്റ്റോപ്പ് ലോസ് എവിടെ പ്ലേസ് ചെയ്യണമെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ അതിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ഒരു ഇൻഡിക്കേറ്ററിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വേറൊന്നുമല്ല, ബൊളിഞ്ചർ ബാൻഡ്സ്. അപ്പോൾ ബൊളിഞ്ചർ ബാൻഡ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ കൃത്യമായിട്ട് നമുക്ക് വോളറ്റാലിറ്റി മനസ്സിലാക്കി തരുന്നതുമാണ്. അപ്പോൾ ആ ഒരു എത്രമാത്രം ഒരു ഇൻസ്ട്രുമെൻറ്റ് ഒരു ദിവസം പ്രൈസ് മൂവ്മെൻറ്റ് നടത്താനായിട്ട് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എത്ര വരെ മുകളിലേക്ക് പോകാം, എത്ര വരെ ഡൗൺ സൈഡിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഇൻഡിക്കേറ്റർ കൂടിയാണ് ബൊളിഞ്ചർ ബാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ടൊരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ വോളറ്റാലിറ്റി നമുക്ക് മനസ്സിലാക്കിയും കൂടെ തരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ പ്ലോട്ട് ചെയ്യാനായിട്ട് നേരെ നമുക്ക് ഈ ഒരു ട്രേഡിംഗ് വ്യൂ എന്ന ഈ ഒരു വെബ്സൈറ്റിനകത്തിന് ഏറ്റവും മുകളിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇൻഡിക്കേറ്റേഴ്സ് ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് ബൊളിഞ്ചർ ബാൻഡ്സ് എന്ന് സെർച്ച് ചെയ്യുക. ബൊളിഞ്ചർ ബാൻഡ്സ് എക്സാക്റ്റ് ഈ നെയിം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് ബൊളിഞ്ചർ ബാൻഡ്സിൻ്റെ ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ്ലി ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ബൊളിഞ്ചർ ബാൻഡ്സ് എന്ന ഈ ഒരു നെയിം തന്നെ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ RSI സെപ്പറേറ്റ് ഒരു വിൻഡോയിലാണ് താഴെ ഓപ്പണായി വരുന്നത്. അതേസമയം നമ്മുടെ ഈ ഒരു ബൊളിഞ്ചർ ബാൻഡ് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ കാൻഡിൽസ്റ്റിക്കിൻ്റെ പുറത്തുകൂടിയാണ് പ്ലോട്ട് ആകുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ 3 ലൈൻസ് നമുക്ക് കാണാം. അപ്പോൾ മേളിലൊരു റെഡ് കളർ നമുക്ക് ലൈന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മിഡിൽ നമുക്കൊരു ബ്ലൂ കളർ ലൈന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ നമുക്കിവിടെ ഒരു ഗ്രീൻ കളർ ലൈനും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന റെഡ് കളർ ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പർ ബാൻഡ്. അതൊരു റെസിസ്റ്റൻസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഡൈനാമിക് റെസിസ്റ്റൻസ് ആയിട്ടാണ് ഈ ഒരു അപ്പർ ബാൻഡ് ആക്ട് ചെയ്യുന്നത്. അതേസമയം ഈ താഴെ നമ്മൾ കാണുന്നതിനെ ലോവർ ബാൻഡ് എന്നാണ് വിളിക്കുന്നത്. ഇതൊരു ഡൈനാമിക് സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മിഡിലിൽ നമ്മൾ കാണുന്ന ലൈനാണ് ബേസിസ് ലൈൻ. ഓക്കെ, അപ്പോൾ മേളിലത്തെ ഈ റെഡ് കളർ ലൈൻ ഒരു ഡൈനാമിക് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതേസമയം താഴെ കാണുന്ന ഈ ഒരു ഗ്രീൻ കളർ ലൈൻ ഒരു ഡൈനാമിക് സപ്പോർട്ടായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറൻ്റ്ലി ഞാൻ BTC USDയുടെ 1 ഡേ ടൈം ഫ്രെയിമാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്രമാത്രം ഡേ ടൈം ഫ്രെയിമിൽ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് വോളറ്റൈലാണ്, എത്രമാത്രം അപ്പ് സൈഡിലേക്ക് ഡൗൺ സൈഡിലേക്കോ ഫ്ലക്ച്വേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് എന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഇൻഡിക്കേറ്റർ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് ട്രേഡ് എടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നോർമലി എല്ലാവരും പറയുന്നത് നേരെ നമ്മുടെ ഈ ഒരു ഡൈനാമിക് സപ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാം. ഈ ഒരു പോർഷനിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ബൈ എൻട്രി എടുക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ ബൈ എൻട്രി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് നമ്മൾ ഈ കാണുന്ന അപ്പർ ബാൻഡ് വരെ നമുക്ക് ഹോൾഡ് ഓൺ ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ആകാം. ഈ രീതിയിലൊക്കെയാണ് പലരും ട്രേഡ് എടുക്കാറുള്ളത്. അപ്പോൾ പേഴ്സണലി ഇപ്പോൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ നമ്മുടെ അപ്പർ ബാൻഡിൽ ഒന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്ന കാണാം. അപ്പോൾ നമ്മൾ പഠിച്ചു ഓൾറെഡി, അപ്പർ ബാൻഡ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച ഒരു കാൻഡിൽസ്റ്റിക് ടൈപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഷൂട്ടിംഗ് സ്റ്റാറാണ്, അത് ബെയറിഷ് ഷൂട്ടിംഗ് സ്റ്റാറാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലേ? ബെയറിഷ് ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ആയി കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് സംഭവിക്കാനായിട്ട് സാധ്യതയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. താഴേക്ക് പ്രൈസ് മൂവ്മെൻറ്റ് നടത്താനായിട്ടാണ് സാധ്യത, അല്ലേ? ഡൗൺ സൈഡിലേക്ക് പ്രൈസ് വീഴാനായിട്ടാണ് സാധ്യത. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിവിടെ ഒരു ഡബിൾ കൺഫർമേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ RSIയിൽ ഞാൻ സെയിം രീതിയിലാണ് പറഞ്ഞത്, ഒരു ഡബിൾ കൺഫർമേഷൻ എടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം. ബ്ലൈൻഡ്ലി നമ്മൾ RSI എന്ത് ചെയ്യുന്നില്ല, 30 താഴെ വരുമ്പോൾ ബൈ പൊസിഷനോ അതുപോലെ തന്നെ 70 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സെൽ പൊസിഷൻ, ആ രീതിയിലല്ല. നമ്മളൊരു ഡബിൾ കൺഫർമേഷൻ എന്ന രീതിയിൽ കാൻഡിൽസ്റ്റിക് പാറ്റേൺ ഉൾപ്പെടെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴും സെയിം പാറ്റേണിലാണ് വരുന്നത്. അതായത് നമുക്കിവിടെ ഒരു ഡൈനാമിക് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഈ ഒരു അപ്പർ ബാൻഡിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് അവിടെ ഒരു റിവേഴ്സൽ കാൻഡിൽ ഫോം ആകുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിവേഴ്സൽ കാൻഡിൽസ്റ്റിക് പാറ്റേൺ ഫോം ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോർഷനിൽ സെൽ എൻട്രി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു കാൻഡിൽ ക്ലോസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെൽ എൻട്രി എടുക്കാവുന്നതാണ്, ഷോർട്ട് പൊസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ SL എവിടെ നമ്മൾ കീപ്പ് ചെയ്യണം, തൊട്ട് മുന്നേ മേക്ക് ചെയ്തിട്ടുള്ള സ്വിംഗ് ഹൈ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന് തന്നെ ഹൈ പോയിന്റിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ അപ്പർ ബാൻഡ് റെസിസ്റ്റൻസ് ആണ്, ഡൈനാമിക് റെസിസ്റ്റൻസ് ആയിട്ടാണ് ഈ ഒരു അപ്പർ ബാൻഡ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ അടുക്കൽ എന്ത് ചെയ്യുന്നു, ഒരു റിവേഴ്സൽ കാൻഡിൽസ്റ്റിക് പാറ്റേൺ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയും, ഷോർട്ട് പൊസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്.
ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്കിവിടെ ഷോർട്ട് സെൽ ചെയ്തുകൊണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ടാർഗറ്റ് എവിടെ സെറ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സെഷനിൽ പഠിക്കുന്നതാണ്. റിസ്ക് മാനേജ്മെൻറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്ത് എക്സിറ്റ് ആകാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും, മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഇതെല്ലാം ഒന്ന് കൃത്യമായിട്ട് നോട്ടിൽ എഴുതി തന്നെ പോകുക. പ്രാക്ടിക്കലി ചെറിയ രീതിയിൽ ഒന്ന് വർക്കൗട്ടും ചെയ്ത് നോക്കുക. കാരണം പ്രാക്ടിക്കലി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ മാത്രമേ എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തൊരു എൻട്രി സെറ്റപ്പ് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു അപ്പ് സൈഡിലേക്കുള്ള ഒരു ക്യാൻഡിലൊന്നും ഇവിടെ ഫോം ആയിട്ടില്ല, അല്ലെങ്കിൽ അപ്പ് ട്രെൻഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താൻ സാധ്യതയുള്ള ഒരു ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ ഇവിടെ ഫോം ആയിട്ടില്ല. സോ അതുകൊണ്ട് നമ്മളിവിടെ ലോങ് പൊസിഷൻ എടുക്കത്തില്ല. ഇനി ഈ ഒരു പോർഷനിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ അപ്പ് സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്തുന്ന രീതിയിൽ ഒരു പാറ്റേൺ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആകുന്നു, അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ നമുക്കറിയാം അത് ബുള്ളിഷ് ഹറാമിയാണ്. അപ്പോൾ ബുള്ളിഷ് ഹറാമി ഫോം ആയി കഴിഞ്ഞു. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഒരു പോയിന്റിൽ നമുക്ക് ബൈ എൻട്രി പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു പോയിന്റിൽ ബൈ എൻട്രി പ്ലേസ് ചെയ്യാം. തൊട്ടടുത്തുള്ള ഈ കാണുന്ന ക്യാൻഡിലിൻ്റെ ലോ, കാരണം ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ബുള്ളിഷ് ഹറാമി ആകുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയിൽ നമുക്ക് നമ്മുടെ SL പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അപ്പ് സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അപ്പ് സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെ TP സെറ്റ് ചെയ്യാമെന്നൊക്കെ നമ്മളിനി പഠിക്കും. ഇനി അടുത്തൊരു പാറ്റേൺ ഒന്ന് നോക്കാം. ഇവിടെ ഒരു പാർഷ്യൽ എൻഗുൾഫിംഗ് പാറ്റേൺ നിങ്ങൾക്ക് കാണാം. ഈ ഒരു പോർഷനിൽ പാർഷ്യൽ എൻഗുൾഫിംഗ് പാറ്റേൺ ആണ് ഈ കാണുന്നത്, പാർഷ്യൽ എൻഗുൾഫിംഗ് പാറ്റേൺ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ബെയറിഷ് പാർഷ്യൽ എൻഗുൾഫിംഗ് ആണ്, റെസിസ്റ്റൻസ് ആണ്. കണ്ടോ, നമ്മുടെ ഡൈനാമിക് റെസിസ്റ്റൻസിൻ്റെ അടുത്ത് റിവേഴ്സൽ ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ ഫോം ആകുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോൾ, ഈ ഒരു ക്യാൻഡിലാണ്, ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആകുന്ന സമയത്ത് നമുക്ക് സെൽ എൻട്രി പ്ലേസ് ചെയ്യാം. നമുക്കതിൻ്റെ SL അഥവാ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. തൊട്ടടുത്തുള്ള സ്വിംഗ് ഹൈ പോയിൻ്റ് ആയിട്ടുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറുതെ നമ്മൾ ഈ ഒരു ഡൈനാമിക് റെസിസ്റ്റൻസ് ആയിട്ടുള്ള അപ്പർ ബാൻഡിലേക്ക് എത്തുമ്പോൾ സെല്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ വെറുതെ നമ്മുടെ ഈ ഒരു ഡൈനാമിക് സപ്പോർട്ടായിട്ടുള്ള ഈ ഒരു ലോവർ ബാൻഡിലേക്ക് എത്തുമ്പോൾ നമ്മൾ ബൈ ചെയ്യുന്നു, ആ രീതിയിലല്ല. നമ്മൾ രണ്ട് കൺഫർമേഷൻ എടുക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ബോളിഞ്ചർ ബാൻഡ് യൂസ് ചെയ്തുകൊണ്ട് ഡൈനാമിക് റെസിസ്റ്റൻസിൻ്റെ അടുക്കൽ എത്തുന്നു, അതായത് പ്രൈസ് അവിടെ നിന്ന് റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച ക്യാൻഡൽസ്റ്റിക് പാറ്റേണും ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ ബൈ എൻട്രിയോ അല്ലെങ്കിൽ സെൽ എൻട്രിയോ പ്ലാൻ ചെയ്യുന്നത്. കൃത്യമായിട്ട് ആ ഒരു പാറ്റേണിൻ്റെ ലോയിലോ, ഇവിടെ അപ്പ് സൈഡിലേക്കാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നതെങ്കിൽ ലോയിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്. അതേസമയം ഡൗൺ സൈഡിലേക്കാണ്, ഷോർട്ട് സൈഡിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഹൈയിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ രണ്ട് കൺഫർമേഷനാണ്. ഒന്നാമത് നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ബോളിഞ്ചർ ബാൻഡിൻ്റെ ഒരു വോളറ്റാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഡൈനാമിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ടുള്ള ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിലൂടെ ഡബിൾ കൺഫർമേഷൻ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡ്സ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് തിയററ്റിക്കലി മാത്രം നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയാൽ പോരാ, പ്രാക്ടിക്കലി എന്ത് ചെയ്യുക? ട്രേഡിംഗ് വ്യൂ ഒന്ന് ഓപ്പൺ ചെയ്യുക, ബോളിഞ്ചർ ബാൻഡ് പ്ലോട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം ഇപ്പം ഞാൻ കാണിച്ചു തന്ന രീതിയിൽ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. പ്രാക്ടിക്കലി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ചെറിയൊരു എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് പ്രാക്ടിക്കലി കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് മാർക്കറ്റ് വർക്കാവുന്നത്, ബോളിഞ്ചർ ബാൻഡ് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഓരോ ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ ഏത് തരത്തിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാം എന്ന് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നതിലൂടെ മാത്രമേ കുറച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ. കാരണം ട്രേഡിംഗ് എന്നത് എപ്പോഴും ഒരു സ്കില്ലാണ്. സോ അതുകൊണ്ട് തന്നെ തിയററ്റിക്കലി മാത്രം പഠിച്ചുകൊണ്ട് ഒരിക്കലും നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഗ്രൂപ്പിൽ ജോയിൻ ആകുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഒരു ഗ്രൂപ്പിലേക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.